മക്കളെ, ഇന്ന് നമുക്ക് അഞ്ചാമത്തെ യൂണിറ്റ് ഗുസർത്തെ പൽ എന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ ഗുസർത്തെ പൽ എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്ന നിമിഷങ്ങൾ. ഈ അഞ്ചാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഒരു കവിതയാണ്. എഴുതിയിരിക്കുന്നത് അരുൺ കമലാണ് എഴുതിയിരിക്കുന്നത്. കവിതയുടെ പേര് ഖുശ്ബൂ രജ്തേ ഹേ ഹാത്ത്, സുഗന്ധം സൃഷ്ടിക്കുന്ന കൈകൾ. അതാണ് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന കവിത. അപ്പോൾ നമുക്ക് നോക്കാം. കൈ ഗലിയോ കെ ബീച്ച്, കൈ നാലോം കെ പാർ, കൂടെ കർക്കറ്റ് കെ ടേരോം കെ ബാദ്, बदबू से पड़ते जाते इस टोले के अंदर, खुशबू रजते हैं हाथ, खुशबू रजते हैं हाथ. കൈ ഗലിയോ കെ ബീച്ച്, പല തെരുവുകൾക്കുമിടയിൽ, നിരവധി തെരുവുകൾക്ക് ഇടയിൽ. കൈ നാലോ കെ പാർ, പല അഴുക്കുചാലുകളും. നാല എന്ന് പറഞ്ഞാൽ തോട് എന്നാണ്, പക്ഷെ ഇവിടെ എന്താണ്, അഴുക്കുചാൽ എന്നാണ് അർത്ഥം. പല അഴുക്കുചാലുകൾക്കും കുറുകെ, പാർ പാർ പറഞ്ഞാൽ കുറുകെ, പല അഴുക്കുചാലുകൾക്കും കുറുകെ. കൂടെ കർക്കറ്റ് കെ ടേരോ കെ ബാദ്, കൂടെ കർക്കട്ട് എന്ന് പറഞ്ഞാൽ കൂടാ കച്ചറ. കൂടാ കച്ചറ പറഞ്ഞാൽ എന്താണ്, ചപ്പ് ചവറുകൾ, വേസ്റ്റുകൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം എന്താണ്, വേസ്റ്റുകളുടെ, ടേരോ പറഞ്ഞ കൂമ്പാരം, വേസ്റ്റ് കൂമ്പാരങ്ങൾക്ക് ശേഷം, ബാദ് ബാദ് ശേഷം, വേസ്റ്റ് കൂമ്പാരങ്ങൾക്ക് ശേഷം. ബദബൂ സേ പടുത്തേ ജാത്തേ ഇസ് ടോലെ കെ അന്തർ, ബദബൂ ദുർഗന്ധം, ദുർഗന്ധം വമിക്കുന്ന ഈ കൂട്ടത്തിൽ. ബദബൂ കെ പടുത്തേ ജാത്തേ ഇസ് ടോലെ കെ അന്തർ, ടോലെ പറഞ്ഞ കൂട്ടം. ബദബൂ സേ പടുത്തേ ജാത്തേ പറഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന, ദുർഗന്ധം വ്യാപിക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന. ഇസ് ടോലെ കെ അന്തർ, ദുർഗന്ധം വമിക്കുന്ന ഈ കൂട്ടത്തിന് ഉള്ളിൽ. ടോലെക്ക് അന്തർ, ടോല പറഞ്ഞ കൂട്ടം, ഈ കൂട്ടത്തിന് ഉള്ളിൽ. ഖുശ്ബൂ രജ്തേ ഹേ ഹാത്ത്, ഖുശ്ബൂ രജ്തേ ഹേ ഹാത്ത്, സുഗന്ധം സൃഷ്ടിക്കുന്ന കൈകൾ, സുഗന്ധം സൃഷ്ടിക്കുന്ന കൈകൾ. ഇവിടെ ഉള്ള ആളുകളുടെ കൈകൾ സുഗന്ധം സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബാക്കി നോക്കാം. ഉപരി നസോം വാലേ ഹാത്ത്, ഉപരി നസോം വാലേ ഹാത്ത്. ഉപരി പറഞ്ഞാൽ പ്രകടമായി കാണുക എന്നുള്ള അർത്ഥമാണ്. ഉപരി പ്രകടമായി കാണുക. നസോം നരമ്പുകൾ, നരമ്പുകൾ പ്രകടമായി കാണുന്ന കൈ, അതായത് നരമ്പ് പൊന്തിയ കൈ. നരമ്പുകൾ നിറഞ്ഞ, നരമ്പ് പൊന്തിയ കൈ ആർക്കാ ഉണ്ടാവുക, പ്രായമായിട്ടാണ് നരമ്പുകളൊക്കെ പൊന്തി ചുക്കി ചുളിഞ്ഞു നരമ്പൊക്കെ പൊന്തി നിൽക്കൂലേ. അപ്പം ഈ നരമ്പുകൾ പൊന്തിയ കൈ, അപ്പം എന്താണ്, അത് ആരുടെ കൈയാണ്, പ്രായമായവരുടെ കൈ. അപ്പം പ്രായമായവരും ഇതിൽ ഉൾപ്പെടുന്നു, ഈ അഗർബത്തികൾ ഉണ്ടാക്കുന്നതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഗിസേ നാഗൂനോം വാലേ ഹാത്ത്, ഗിസേ പറഞ്ഞ തേഞ്ഞ, തേഞ്ഞ, നാഗു നഖം, തേഞ്ഞ നഖങ്ങളുള്ള കൈകൾ, തേഞ്ഞ നഖങ്ങളുള്ള കൈകൾ. പീപ്പൽ കെ പത്തേ സേ നയേ നയേ ഹാത്ത്, പീപ്പൽ കെ പത്തേ സേ നയേ നയേ ഹാത്ത്, അരയാൽ ഇലകൾ. പീപ്പൽ കെ പത്തേ പറഞ്ഞ അരയാൽ ഇലകൾ, അരയാൽ ഇലകൾ പോലെയുള്ള. നയേ നയേ ഹാത്ത്, പുതുമയുള്ള കൈകൾ, അരയാലില പോലെ പുതുമയുള്ള കൈകൾ. അത് ആരുടെ കൈകളായിരിക്കും, പെൺകുട്ടികളുടെ കൈകളായിരിക്കും അല്ലേ, ചെറിയ കുഞ്ഞിളം കൈകൾ. ജൂഹി കി ഡാൽ സേ ഖുശ്ബൂദാർ ഹാത്ത്, ജൂഹി കി ഡാൽ സേ, മുല്ലപ്പൂ ശാഖ പോലെ. ഡാൽ പറഞ്ഞാൽ കൊമ്പ്, ശാഖ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ജൂഹി കി ഡാൽ, മുല്ലപ്പൂ കൊമ്പ് പോലെ, മുല്ലപ്പൂ ശാഖ പോലെ. സുഗന്ധമുള്ള കൈകൾ, സുഗന്ധമുള്ള കൈകൾ. അതൊരു
കൗമാരപ്രായത്തിലുള്ള കുട്ടികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ജൂഹി കി ഡാൽ സേ ഖുശ്ബൂദാർ ഹാത്ത്, ബാലികമാരാണ് ഇവിടെ. അപ്പൊ ആരാണ്? വൃദ്ധന്മാരുണ്ട്, കുട്ടികളുണ്ട്, ബാലികമാരുണ്ട്. ഗന്ദേ കട്ടേ പിഠേ ഹാത്ത്, ഗന്ധേ ഗന്ധമുള്ള, കട്ടേ പിട്ടേ ഹാത്ത് വൃത്തികെട്ട കൈകൾ. ജഖ്മ സേ ഫട്ടേ ഹുയേ ഹാത്ത്, ജഖ്മ പറഞ്ഞ മുറിവ്, മുറിവ് കൊണ്ട് കീറിയ കൈകൾ, മുറിവ് കൊണ്ട് മുറിഞ്ഞതും കീറിയതുമായിട്ടുള്ള കൈകൾ. ജഖ്മ സേ ഫട്ടേ ഹുയേ ഹാത്ത് പറഞ്ഞല്ലോ. ജഖ്മ സേ ഫട്ടേ ഹുയേ ഹാത്ത് എന്താണ്? മുറിഞ്ഞ് കീറിയ കൈകൾ, മുറിവുകളാൽ കീറിയ കൈകൾ. പിന്നെ എന്താ? ഖുശ്ബൂ രച്തേ ഹേ ഹാത്ത്, ഖുശ്ബൂ രച്തേ ഹേ ഹാത്ത് സുഗന്ധം സൃഷ്ടിക്കുന്നു, കൈകൾ സുഗന്ധം സൃഷ്ടിക്കുന്നു. കൈകൾ എന്ത് ചെയ്യുന്നു? സുഗന്ധം സൃഷ്ടിക്കുന്നു. അപ്പൊ എങ്ങനെയൊക്കെയുള്ള കൈകളാണ് സുഗന്ധം സൃഷ്ടിക്കുന്നത്? നരമ്പുകൾ പൊന്തിയ കൈ, നഖം തേഞ്ഞ കൈ, അരയാലില പോലെ കോമളമായിട്ടുള്ള കൈകൾ, അരയാലില പോലെ പുതുമയുള്ള കൈകൾ, മുല്ലപ്പൂ പോലെ, മുല്ലപ്പൂ ശാഖ പോലെ ഗന്ധം വമിക്കുന്ന കൈകൾ, അതുകൂടാതെ വൃത്തികെട്ടതും മുറിഞ്ഞതുമായിട്ടുള്ള കൈകൾ. എല്ലാ കൈകളും എന്ത് ചെയ്യുന്നുണ്ട്? ഖുശ്ബൂ രച്തേ ഹേ, ഖുശ്ബൂ ഉണ്ടാക്കുന്നു, സുഗന്ധം ഉണ്ടാക്കുന്നു, സുഗന്ധം സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞത്. യഹീം ഇസ് ഗലി മേ ബൻതി ഹേ മുൽക്ക് കി മഷ്ഹൂർ അഗർബത്തിയാം. അപ്പൊ എന്താണ് ഇവർ സുഗന്ധമുള്ള എന്ത് സാധനമാണ് ഉണ്ടാക്കുന്നത്? അഗർബത്തികളാണ്. എന്താ അഗർബത്തി? ചന്ദനത്തിരി. അപ്പൊ ഇവരെന്താണ് ഉണ്ടാക്കുന്നത്? ചന്ദനത്തിരികളാണ് ഇവർ ഉണ്ടാക്കുന്നത്. യഹി ഇസ് ഗലീമേ, യഹി ഇസ് ഗലീമേ ബൻതി ഹേ, ഈ തെരുവിൽ എന്ത് ചെയ്യുന്നു? നിർമ്മിക്കുന്നു, ഈ തെരുവിൽ നിർമ്മിക്കുന്നു. മുൽക്ക് കി മഷ്ഹൂർ അഗർബത്തിയാം, മുൽക്ക് കി മഷ്ഹൂർ അഗർബത്തിയാം ആ ദേശത്തിൻ്റെ, ആ ദേശത്തേക്ക് വേണ്ട അഗർബത്തി. അഗർബത്തി പറഞ്ഞാൽ എന്താണ്? ചന്ദനത്തിരികൾ, ചന്ദനത്തിരികൾ സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള ഈ വൃത്തികെട്ട പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് ആ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് വേണ്ട പ്രശസ്തമായ, മഷ്ഹൂർ പറഞ്ഞ പ്രശസ്തമായ, പ്രശസ്തമായ ചന്ദനത്തിരികൾ നിർമ്മിക്കുന്നത്. അപ്പോൾ പ്രശസ്തമായ ചന്ദനത്തിരികൾ നിർമ്മിക്കുന്ന കൈകൾ എങ്ങനെയൊക്കെ ഉള്ളതാണെന്നാ പറഞ്ഞത്? നരമ്പ് പൊത്തിയതും നഖം തേഞ്ഞതും വൃത്തിയില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കൈകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുട്ടികളുടെ കൈകളും കൂടെ ഉണ്ട് അല്ലേ? അപ്പം ഇത്രയും ആളുകൾ, പ്രായമുള്ളവർ മുതൽ പ്രായമില്ലാത്തവർ വരെ എല്ലാവരും എന്ത് ചെയ്യുന്നു? വൃത്തിഹീനമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവർ അഗർബത്തികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യാണ് അല്ലേ? അവരെന്താ ചെയ്യുന്നത്? അഗർബത്തികൾ ഉണ്ടാക്കുകയാണ്. അഗർബത്തി പറഞ്ഞാൽ ചന്ദനത്തിരി. ഇനിയും ഗന്ധേ മുഹല്ലോം കെ ഗന്ധേ ലോഗ് ബനാത്തെ ഹേ കേവട ഗുലാബ് और ഗുലാബ് ഗസ് और രാത്രാണി അഗർബത്തിയാം. എന്താണ്? ഇനിയും ഗന്ധേ മുഹല്ലോം കെ ഗന്ധേ ലോഗ്, ഇനിയും ഗന്ധേ മുഹല്ലോ. ഈ ഗന്ധേ മുഹല്ല എന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായ പ്രദേശത്തിലെ, ഈ വൃത്തിഹീനമായ പ്രദേശത്തിലെ, ഇനി ഗന്ധേ മുഹല്ലോം കെ ഗന്ധേ ലോഗ്, ഈ വൃത്തിഹീനമായ പ്രദേശത്തിലെ എങ്ങനെയുള്ള ആളുകളാണ്? വൃത്തിയില്ലാത്ത ആളുകൾ. ഈ വൃത്തിഹീനമായ പ്രദേശത്തിലെ വൃത്തികെട്ട ആളുകൾ, വൃത്തിയില്ലാത്ത ആളുകൾ. ബനാത്തേഹേ കേവട, അങ്ങനെയുള്ള ആളുകൾ എന്തുണ്ടാക്കുന്നു? നിർമ്മിക്കുന്നു. കേവട, കേവട പറഞ്ഞാൽ എന്താണ്? കൈതപ്പൂവ്. കേവട കൈതപ്പൂവ്. ബനാത്തേഹേ കേവട അവർ നിർമ്മിക്കുന്നത് എന്ത് സ്മെല്ലുള്ള ചന്ദനത്തിരിയാണെന്നാ പറഞ്ഞത്? കേവട. കേവട പറഞ്ഞാൽ
കൈതപ്പൂവിൻ്റെ ഗന്ധം വമിക്കുന്ന ചന്ദനത്തിരികൾ അവർ ഉണ്ടാക്കുന്നു. പിന്നെ ഗുലാബ് പറഞ്ഞാൽ റോസാപ്പൂവിൻ്റെ നിറമുള്ള അഗർബത്തികൾ ഉണ്ടാക്കുന്നു. ഗസ് ഓർ രാത്റാണി, പിന്നെന്താണ് ഗസ് പറഞ്ഞ ഗസ് എന്താണ് രാമച്ചവും രാത്റാണി നിശാഗന്ധി, രാത്രിയിൽ വിരിയുന്ന ഒരു പൂവാണിത് അല്ലേ, സർപ്പഗന്ധി എന്നും അതിനെ പറയും. അപ്പം എന്താണ് രാത്റാണി ഗാസ് ഓർ രാത്റാണി, ഗസ് ഓർ രാത്റാണി പറഞ്ഞാൽ ഗസ് പറഞ്ഞ രാമച്ചം, രാത്റാണി നിശാഗന്ധി. അപ്പം രാമച്ചോ നിശാഗന്ധിയും റോസും അതുപോലെ തന്നെ കൈതപ്പൂവും ഒക്കെയാണ്, അതിൻ്റെയൊക്കെ സ്മെല്ലാണ് ഇവരുണ്ടാക്കുന്ന അഗർബത്തികൾക്കുള്ളത്. ദുനിയാ കി സാരി ഗന്ദഗി കെ ബീച്ച് ദുനിയാ കി സാരി ഖുശ്ബു രസ്തേ ഹേ ഹാത്ത്. എന്താണ് ദുനിയാ കി സാരി ഗന്ദഗി കെ ബീച്ച്, ലോകത്തിലെ എല്ലാ അഴുക്കിൻ്റെയും ഇടയിൽ, ഈ വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിന്ന്. ദുനിയാ കി സാരി ഖുശ്ബു രസ്തേ ഹേ ഹാത്ത്, ലോകത്തിലെ എല്ലാ മാലിന്യങ്ങൾക്കും ഇടയിൽ നിന്നിട്ട് ലോകത്തിൻ്റെ മുഴുവൻ സുഗന്ധം കൈകൾ കൊണ്ട് സൃഷ്ടിക്കുന്നു. കൈകൾ, അങ്ങനെയുള്ള കൈകൾ ഈ ലോകത്തേക്ക് മുഴുവൻ വേണ്ട സുഗന്ധം, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരത്തിലുള്ള എല്ലാ കൈകളും കൂടി എന്താ ചെയ്യണത്, കൈകൾ സൃഷ്ടിക്കുന്നു, കൈകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. दुनिया की सारी गंदगी के बीच दुनिया की सारी खुशबू रचते हैं हाथ, खुशबू रचते हैं हाथ, खुशबू रचते हैं हाथ. സുഗന്ധം സൃഷ്ടിക്കുന്നു കൈകൾ, സുഗന്ധം സൃഷ്ടിക്കുന്നു കൈകൾ. അത്രയാണ് നമ്മുടെ കവിതയുള്ളത്. എല്ലാവരും കവിത ഫുള്ളായിട്ട് വായിക്കണം, പഠിക്കണം, അർത്ഥങ്ങൾ പഠിക്കണം. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.